ഡേ 1 റിവിഷനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ISRO ലോഞ്ച് ചെയ്ത 100ാമത്തെ സാറ്റലൈറ്റ് ഏതാണ്? NVS-02. എവിടെ നിന്നാണ് NVS-02 ലോഞ്ച് ചെയ്തത്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ശ്രീഹരിക്കോട്ട. ഏത് വെഹിക്കിൾ ഉപയോഗിച്ചാണ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത്? NVS-02 ലോഞ്ച് ചെയ്തത് GSLV F-15. എന്നാണ് NVS-02 ലോഞ്ച് ചെയ്തത്? 29 ജനുവരി 2025. നാവിക് എന്നറിയപ്പെടുന്ന അതിൻ്റെ ഫുൾ ഫോം എന്താണ്? നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നാണ്. ഏത് ടൈപ്പ് ഓഫ് സാറ്റലൈറ്റ് ആണ് NVS-02? നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ്. അതിൻ്റെ രണ്ടാമത്തെ ജനറേഷനിലെ രണ്ടാമത്തെ സാറ്റലൈറ്റ് ആണ് NVS-02. ഫസ്റ്റ് ജനറേഷൻ അറിയപ്പെടുന്നത് IRNSS. ഈ നാവിഗേഷൻ സാറ്റലൈറ്റിന് എത്ര ഓപ്പറേഷണൽ സാറ്റലൈറ്റ്സ് ഉണ്ട്? 7 ഓപ്പറേഷണൽ സാറ്റലൈറ്റ്സ് ഉണ്ട്. 7 ഓപ്പറേഷണൽ സാറ്റലൈറ്റ്സിൽ എത്ര ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ഉണ്ട്? 3 ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സും 4 ജിയോ സിൻക്രണൈസിങ് സാറ്റലൈറ്റ്സുമാണ് നാവിഗേഷൻ സാറ്റലൈറ്റിലുള്ളത്. മൊത്തം 7 എണ്ണം. പൊസിഷൻ, വെലോസിറ്റി, ടൈമിംഗ് ഇതിൻ്റെയൊക്കെ ആക്യുറസിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് അറിയപ്പെടുന്നത് ഏത് ടൈപ്പ് ഓഫ് സാറ്റലൈറ്റ് ആണത്? നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ്. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ സാറ്റലൈറ്റുകളാണ്. ഗ്ലോബൽ നാവിഗേഷൻ സിസ്റ്റത്തിൽ ഇന്ത്യയുടെ റീജിയണൽ ആയിട്ടുള്ള ഇന്ത്യ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ്സ് എൻ്റെ പേരെന്താണ്? IRNSS. GPS ഏത് രാജ്യത്തിൻ്റെയാണ്? ഏത് രാജ്യത്തിൻ്റെ ഗ്ലോബൽ സിസ്റ്റമാണ്? നാവിഗേഷൻ സിസ്റ്റമാണ്. ഏത് രാജ്യം ഉണ്ടാക്കിയ നാവിഗേഷൻ സിസ്റ്റമാണ് GPS? US-ൻ്റെയാണ്. ഗ്ലോണാസ് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യം ഉണ്ടാക്കിയതാണ്? റഷ്യ. ഗലീലിയോ എന്നറിയപ്പെടുന്ന ഗ്ലോബൽ നാവിഗേഷൻ സിസ്റ്റം ഏത് രാജ്യം ഉണ്ടാക്കിയതാണ്? യൂറോപ്യൻ യൂണിയൻ. ബെയ്ഡ്യോ എന്ന് അറിയപ്പെടുന്നത് ഏത് രാജ്യത്തിൻ്റെ ഗ്ലോബൽ നാവിഗേഷൻ സിസ്റ്റമാണ്? ചൈന. ഇനി ക്വാസി സെനറ്റ് സാറ്റലൈറ്റ് സിസ്റ്റം QZSS എന്നറിയപ്പെടുന്ന ഗ്ലോബൽ നാവിഗേഷൻ സിസ്റ്റത്തിൽ റീജിയണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന നാവിഗേഷൻ സിസ്റ്റമാണ് ഏത് രാജ്യത്തിൻ്റെയാണ്? QZSS ഏത് രാജ്യത്തിൻ്റെയാണ്? ജപ്പാൻ്റെയാണ്. അതുപോലെ റീജിയണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇന്ത്യയുടെ നാവിഗേഷൻ സിസ്റ്റമാണ് IRNSS. ഇപ്പോൾ അത് അറിയപ്പെടുന്നത് NAVIC, നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ. ISROയുടെ കീ ലോഞ്ചസ് ആയ ചന്ദ്രയാൻ 1 എന്ന ഏത് വർഷമാണ് ലോഞ്ച് ചെയ്തത്? 2008. മാർസ് ഓർബിറ്റർ മിഷൻ ഏത് വർഷമാണ് ലോഞ്ച് ചെയ്തത്? 2013. ISRO വേൾഡ് റെക്കോർഡ് ഇട്ട് 104 സാറ്റലൈറ്റ്സ് ഒരുമിച്ച് ലോഞ്ച് ചെയ്ത ഏത് വെഹിക്കിളായിരുന്നു? സാറ്റലൈറ്റ് PSLV C-37. അത് ലോഞ്ച് ചെയ്തത് എന്നാണ്? 2017. ചന്ദ്രയാൻ 2 ലോഞ്ച് ചെയ്തത് ഏത് വർഷമാണ്? 2019. ചന്ദ്രയാൻ 3 ലോഞ്ച് ചെയ്ത വർഷം ഏതാണ്? 2023. ആദിത്യ L1 ലോഞ്ച് ചെയ്ത വർഷം എന്നാണ്? 2023. 2 ഫാസ്റ്റ് മൂവിങ് സാറ്റലൈറ്റ്സിനെ സ്പേസിൽ വെച്ച് തന്നെ ജോയിൻ ചെയ്യുന്ന ആ പെർഫോമൻസിന് പറയുന്ന പേരെന്താണ്? സ്പേസ് ഡോക്കിംഗ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഇന്ത്യ സ്പേസ് ഡോക്കിംഗ് ചെയ്തു. ഇന്ത്യ സ്പേസ് ഡോക്കിംഗ് ചെയ്ത എത്രാമത്തെ രാജ്യമാണ്? അതായത് സ്പേസ് ഡോക്കിംഗ് ചെയ്ത എത്രാമത്തെ രാജ്യമാണ്? ഇന്ത്യ. 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഈ സ്പേസ് ഡോക്കിംഗ് ചെയ്ത 2 സ്പേസ് ക്രാഫ്റ്റുകളുണ്ട്. അതിൻ്റെ പേരെന്താണ്? SDX-01, SDX-02. ഇത് 2 എണ്ണമാണ് ഈ സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് മിഷനിൽ ഉപയോഗിച്ച 2 സ്പേസ് ക്രാഫ്റ്റ്. സ്പാഡെക്സിൻ്റെ ഫുൾ ഫോം എന്താണ്? സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് എന്നാണ് അതിൻ്റെ മിഷനാണ്. ആ സ്പാഡെക്സ് സാറ്റലൈറ്റുകളാണ് SDX-01ഉം SDX-02ഉം. ചേസർ എന്നറിയപ്പെടുന്നത്
ഏത് സാറ്റലൈറ്റ് ആണ്? SDX-01. ടാർഗറ്റ് എന്നറിയപ്പെടുന്നത് ഏത് സാറ്റലൈറ്റ് ആണ്? SDX-02. ഡോക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ് ഏതാണ്? ചേസർ. SDX-01 ആണ്. ഈ ഡോക്കിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാറ്റലൈറ്റ് ഏതാണ്? ടാർഗറ്റ് ആണ്. SDX-02 ആണ്. ഇതിൽ SDX-01ഉം SDX-02ലും ആക്റ്റീവ് സാറ്റലൈറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? SDX-01 ആണ് ആക്റ്റീവ് സാറ്റലൈറ്റ്. പാസീവ് സാറ്റലൈറ്റ് ഏതാണ്? SDX-02 ആണ്. ISRO ഈ സ്പാഡെക്സ് ലോഞ്ച് ചെയ്തത് എന്നാണ്? 30 ഡിസംബർ 2024 ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 2025 ആയേനെ. പക്ഷെ 30 ഡിസംബർ 2024 ലോഞ്ച് ചെയ്തത്. ഏത് വെഹിക്കിൾ ഉപയോഗിച്ചാണ് സ്പാഡെക്സ് ലോഞ്ച് ചെയ്തത്? PSLV C-60 ഉപയോഗിച്ചിട്ടാണ് ലോഞ്ച് ചെയ്തത്. എവിടെ നിന്നാണ് ലോഞ്ച് ചെയ്തത്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ലോഞ്ച് ചെയ്തത്. ഈ സ്പേസ് ഡോക്കിംഗ് വെഹിക്കിൾ സ്പേസ് സാറ്റലൈറ്റ്സ് ഓർബിറ്റിൽ, അതിൻ്റെ ഓർബിറ്റ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് കിടക്കുന്നത്? 45 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് അത് പോകുന്നത്. എത്ര കിലോമീറ്ററാണ് ആ ഓർബിറ്റ് ഉള്ളത്? 460 കിലോമീറ്റർ ഓർബിറ്റിൽ കൂടിയാണ് ഈ സാറ്റലൈറ്റ്സ് സഞ്ചരിക്കുന്നത്. ഇനി ISRO ഈ സ്പാഡെക്സിൻ്റെ മിഷൻ എന്ന് പറയുന്നത് 4ാമത്തെ രാജ്യമാണെന്ന് പറഞ്ഞു. 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും രാജ്യം ഏതാണ്? 1ാമത്തെ രാജ്യം US ആണ്. 2ാമത് ലോഞ്ച് ചെയ്തത് റഷ്യയാണ്. 3ാമത് ലോഞ്ച് ചെയ്തത് ചൈനയാണ്. 4ാമത്തെയാണ് ഇന്ത്യ. US, റഷ്യ, ചൈന, ഇന്ത്യ. ഈ മിഷൻ്റെ പ്രൈമറി ഗോളും ഉണ്ട്, സെക്കൻഡറി ഗോളും ഉണ്ട്. പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് ഡോക്കിങ് തന്നെയാണ്. അതായത് രണ്ട് സാറ്റലൈറ്റ്സിനെ ഡോക്ക് ചെയ്യുക. 2 സ്മോൾ സ്പേസ് ക്രാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് SDX-01ഉം 02ഉം ഉപയോഗിച്ചിട്ടാണ് ഡോക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന്, സിംഗിളായിട്ട് അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് പ്രൈമറി മിഷൻ ഗോൾ എന്ന് പറയുന്നത്. പിന്നെ 2ാമത്തെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് പവർ ട്രാൻസ്ഫർ ആണ്. ഒരു ഇതിൽ നിന്നും അതായത് അതിൻ്റെ പവർ തീരാൻ പോകുന്ന അതിൻ്റെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പവർ ട്രാൻസ്ഫർ ചെയ്യുക, പിന്നെ അതിൻ്റെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൻ്റെ മിഷൻ എന്ന് പറയുന്നത്. 2 വർഷത്തേക്കാണ് ഇതിൻ്റെ ഈ പോസ്റ്റ് ഡോക്കിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ മിഷൻ്റെ ഫ്യൂച്ചർ ഗോൾ എന്ന് പറയുന്നത്, സെക്കൻഡറി ഗോൾ എന്ന് പറയുന്നത് സ്പേസ് സ്റ്റേഷൻ അസംബ്ലി, പിന്നെ ലൂണാർ റിട്ടേൺ മിഷൻ, ഡീപ്പ് സ്പേസ് എക്സ്പ്ലോറേഷൻ തുടങ്ങിയവയൊക്കെയാണ് അതിൻ്റെ ഫ്യൂച്ചർ ഗോൾ എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ ഡോക്കിങ്ങും ഓപ്പറേഷൻസും പവർ ട്രാൻസ്ഫറും ഒക്കെയാണ് നോക്കുന്നത്. ഇനി ഈ സ്പാഡെക്സ് മിഷൻ ഇത് എന്നാണ് ഡോക്ക് ചെയ്തത്? അതായത് ഇത് ലോഞ്ച് ചെയ്തത് ഡിസംബർ 30, 2024 ഡോക്ക് ചെയ്തത് 16 ജനുവരി 2025 അൺഡോക്ക് ചെയ്തത് 14 മാർച്ച് 2025 16 ജനുവരിയും 14 മാർച്ചും 16th ജാനുവരി 2025, 14th മാർച്ച് 2025 ഡോക്കിങ് അൺഡോക്കിങ് ചെയ്തത്. അടുത്ത 2024 പത്മ പുരസ്കാരം കിട്ടിയവരാണ്. പത്മവിഭൂഷൺ 5 പേർക്കാണ് കിട്ടിയത്. പത്മഭൂഷൺ 17 പേർക്കാണ്. പത്മശ്രീ കിട്ടിയത് 110 പേർക്കാണ്. 2025 രണ്ട് വീതം കൂട്ടുക. പത്മവിഭൂഷൺ 7 പേർക്ക്. 2024 5 പേർക്കായിരുന്നു, 2025 7 പേർക്ക്. പത്മഭൂഷൺ 2024 17 പേർക്ക്, 2025 19 പേർക്ക്. 17, 19. പത്മശ്രീ 2024 110 പേർക്ക്, 113 പേർക്ക്. 3 പേര് കൂടിയിട്ടുണ്ട്. 5, 7, 17, 19, 110, 113. ഇനി 2024 പത്മ പുരസ്കാരം കിട്ടിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. പത്മവിഭൂഷൺ സാമൂഹ്യ പ്രവർത്തനത്തിന് പത്മവിഭൂഷൺ കിട്ടിയ, മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ കിട്ടിയത് ആർക്കാണ്? 2024 സാമൂഹ്യ പ്രവർത്തനത്തിന് ബിന്ദേശ്വർ പഥക്കിനാണ്
സാമൂഹ്യ പ്രവർത്തനത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ കിട്ടിയത്? പൊതുകാര്യം കാറ്റഗറിയിൽ പത്മവിഭൂഷൺ കിട്ടിയത് ആർക്കാണ്? എം വെങ്കയ്യ നായിഡുവിനാണ് പൊതുകാര്യത്തിന് പത്മവിഭൂഷൺ കിട്ടിയത്. കലയുമായി ബന്ധപ്പെട്ട് കാറ്റഗറിയിൽ പത്മവിഭൂഷൺ കിട്ടിയത് ആർക്കാണ്? വൈ ജയന്തിമാല, കൊനിദേല ചിരഞ്ജീവി, പത്മ സുബ്രഹ്മണ്യം. ഈ 3 പേർക്കാണ് കലയുമായിട്ട് ബന്ധപ്പെട്ട് പത്മവിഭൂഷൺ കിട്ടിയത്. മൊത്തം 5 പേർക്കാണ് വൈജയന്തിമാല, കൊനിദേല ചിരഞ്ജീവി, പത്മ സുബ്രഹ്മണ്യം, എം വെങ്കയ്യ നായിഡു, ബിന്ദേശ്വർ പഥക്. 2024 പത്മഭൂഷൺ കിട്ടിയത് എത്ര പേർക്കാണ്? 17 പേർക്കാണ്. പൊതുകാര്യത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് പത്മഭൂഷൺ കിട്ടിയത് ആർക്കാണ്? പ്രധാനപ്പെട്ട 2 പേരാണ്. ഫാത്തിമ ബീവി പൊതുകാര്യം മരണാനന്തര ബഹുമതിയാണ്. സത്യബ്രത അതും പൊതുകാര്യം മരണാനന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയത്. ഇനി പൊതുകാര്യത്തിൽ തന്നെ പത്മഭൂഷൺ കിട്ടിയത് ഒരാളാണ്, ഒ രാജഗോപാൽ. പൊതുകാര്യത്തിൽ 3 പേർക്ക് ആണ് പ്രധാനമായിട്ടും കിട്ടിയത്. ഫാത്തിമ ബീവി, സത്യബ്രത, ഒ രാജഗോപാൽ. ഇനി പത്മഭൂഷൺ കല കാറ്റഗറിയിൽ പത്മഭൂഷൺ മരണാനന്തര ബഹുമതിയായി കിട്ടിയത് ആർക്കാണ്? വിജയകാന്തിനാണ് മരണാനന്തര ബഹുമതിയായിട്ട് പത്മഭൂഷൺ കിട്ടിയത്. ഇനി കല കാറ്റഗറിയിൽ വേറെ ഒരാൾക്ക് പത്മഭൂഷൺ കിട്ടിയതാണ് മിഥുൻ ചക്രവർത്തിക്കും കല കാറ്റഗറിയിൽ പത്മഭൂഷൺ കിട്ടി. ആത്മീയത കാറ്റഗറിയിൽ മരണാനന്തര ബഹുമതിയായിട്ട് പത്മഭൂഷൺ കിട്ടിയത് ആർക്കാണ്? റിംപോച്ചയ്ക്കാണ്. ഇതിൽ ഞാൻ പറഞ്ഞത് ഫാത്തിമ ബീവി, മിഥുൻ ചക്രവർത്തി, സത്യബ്രത, ഒ രാജഗോപാൽ, റിംപോച്ചെ, വിജയകാന്ത്. ഇത്രയും പേർക്കാണ് പത്മഭൂഷൺ. ഇത്രയും പേർക്കല്ല, പത്മഭൂഷണിൽ പെടുന്ന ആൾക്കാരാണ് ഇവര്. അടുത്തത് പത്മശ്രീ. 2024 പത്മശ്രീ കിട്ടിയത് 110 പേർക്കാണ്. കൃഷി കാറ്റഗറിയിൽ പത്മശ്രീ കിട്ടിയ ആളാണ്, മലയാളിയാണ്, സത്യനാരായണ ബലേരിയാണ് കൃഷി കാറ്റഗറിയിൽ കിട്ടിയത്. സാഹിത്യം കാറ്റഗറിയിൽ മരണാനന്തര ബഹുമതിയായി പത്മശ്രീ കിട്ടിയത് ചിത്രൻ നമ്പൂതിരിപ്പാടാണ്. കേരളത്തിൽ നിന്നുള്ള ചിത്രൻ നമ്പൂതിരിപ്പാടിനാണ് സാഹിത്യം കാറ്റഗറിയിൽ മരണാനന്തര ബഹുമതിയായിട്ട് പത്മശ്രീ കിട്ടിയത്. സാഹിത്യം കാറ്റഗറിയിൽ തന്നെ പത്മശ്രീ കിട്ടിയ 2024 പത്മശ്രീ കിട്ടിയ ആളാണ് ഗൗരി ലക്ഷ്മിബായി. ഇപ്പോഴത്തെ രാജകുടുംബത്തിൽപ്പെട്ട ഗൗരി ലക്ഷ്മിബായിക്ക് സാഹിത്യത്തിൽ പത്മശ്രീ കിട്ടി 2024. കലാ വിഭാഗത്തിൽ പത്മശ്രീ കിട്ടിയതാണ് ബാലകൃഷ്ണൻ സദനം, നാരായണൻ EP. ഇവരെല്ലാം ഈ 5 പേരും കേരളത്തിൽ നിന്നുള്ളവരാണ്. സത്യനാരായണ ബലേരി കൃഷി, ചിത്രൻ നമ്പൂതിരിപ്പാട് സാഹിത്യം മരണാനന്തര ബഹുമതി, നാരായണൻ EP കല, ഗൗരി ലക്ഷ്മിബായി സാഹിത്യം, ബാലകൃഷ്ണ സദനം കല. എന്നോട് പറയാം, പത്മശ്രീ കിട്ടിയതാണ് സത്യനാരായണ ബലേരി കൃഷി, ചിത്രൻ നമ്പൂതിരിപ്പാട്, ഗൗരി ലക്ഷ്മിബായി സാഹിത്യം, നാരായണൻ EP കല, ബാലകൃഷ്ണ സദനം കല. ഇനി 2025 പത്മ അവാർഡാണ്. പത്മവിഭൂഷൺ കിട്ടിയത് 7 പേർക്കാണ്. പത്മഭൂഷൺ കിട്ടിയത് 19 പേർക്കും പത്മശ്രീ കിട്ടിയത് 113 പേർക്കുമാണ്. അസാധാരണ വിശിഷ്ട സേവനത്തിന് ലഭിക്കുന്ന അവാർഡ് ഏതാണ്? പത്മവിഭൂഷണാണ്. ഉയർന്ന വിശിഷ്ട സേവനത്തിന് ലഭിക്കുന്നത് ഏത് അവാർഡാണ്? പത്മഭൂഷണാണ്. വിശിഷ്ട സേവനത്തിന് ലഭിക്കുന്നത് പത്മശ്രീ അവാർഡാണ്. അസാധാരണ വിശിഷ്ട സേവനം, ഉയർന്ന വിശിഷ്ട സേവനം, വിശിഷ്ട സേവനം. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ. 2025 പത്മവിഭൂഷൺ കിട്ടിയ മലയാളി ആരാണ്? MT വാസുദേവൻ നായരാണ്. 2025 പത്മവിഭൂഷൺ കിട്ടിയ ആളാണ് MT വാസുദേവൻ നായർ. വേറെ ആൾക്കാരുണ്ട്. ജഗദീഷ് സിംഗ്, ശാരദ സിൻഹ, ഒസാമോ സുസുക്കി, നാഗേശ്വര റെഡ്ഡി, സുബ്രഹ്മണ്യം. ഇത്രയും പേർക്കാണ് പത്മവിഭൂഷൺ കിട്ടിയത്. പത്മഭൂഷൺ കിട്ടിയത് 19 പേർക്കാണ്. അനന്ത് നാഗ്, നല്ലി കുപ്പുസ്വാമി, മനോഹർ ജോഷി,
ശോഭന, സ്വാതി ഋതംബദ, കൈലാഷ്, ശേഖർ കപൂർ, വിനോദ് ധാം, പങ്കജ് പട്ടേൽ, പങ്കജ് ഉദാസ്, വിവേക് ദബ്രോയ്, സുശീൽ കുമാർ, ജതിൻ ഗോസ്വാമി, രാം ബഹദൂർ റായ്, എസ് അജിത് കുമാർ, എ സൂര്യപ്രകാശ്, നന്ദമൂരി ബാലകൃഷ്ണ, പി ആർ ശ്രീജേഷ്, ജോസ് ചാക്കോ പെരിയപുരം. പത്മശ്രീ കിട്ടിയത് 113 പേർക്കാണ്. അതിൽ പ്രധാനപ്പെട്ടവരാണ്: ഒന്ന് IM വിജയൻ, 2 K ഓമനക്കുട്ടിയമ്മ. ഇവർ രണ്ടും മലയാളികളാണ്. പിന്നെ ഹർവീന്ദർ സിംഗ്, അത് പാരാലിമ്പിക് മറ്റേ ആർച്ചറി വിഭാഗത്തിലുള്ളതാണ്. ഗോൾഡ് മെഡൽ 2024 പാരീസിൽ കിട്ടി. പാരീസ് ഒളിമ്പിക്സിൽ 2024 ഗോൾഡ് മെഡൽ കിട്ടിയ പത്മശ്രീ ലഭിച്ച ആളാണ് ഹർവീന്ദർ സിംഗ്. വെങ്കലം 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയതും ഹർവീന്ദർ സിംഗ് ആണ്. ക്രിക്കറ്റ് വിഭാഗത്തിൽ പത്മശ്രീ ലഭിച്ചതാണ് R അശ്വിൻ. ക്രിക്കറ്റ് അല്ല, സ്പോർട്സ് വിഭാഗത്തിലാണ് കിട്ടിയത്, R അശ്വിൻ. പിന്നെ സത്യപാൽ സിംഗ് പാരാലിമ്പിക് കോച്ചാണ്, അദ്ദേഹത്തിനും പത്മശ്രീ കിട്ടി. 113 പേർക്കും പത്മശ്രീയും പത്മഭൂഷൺ 19 പേർക്കും പത്മവിഭൂഷൺ 7 പേർക്കുമാണ് 2025 കിട്ടിയത്. അടുത്തത് ഇന്ന് റിവിഷൻ ചെയ്യാനുള്ള സോഷ്യൽ സയൻസിന്റെ SCERT 5ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇത്രയാണ് Day 1 റിവിഷൻ. താങ്ക് യു.